الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. മുസ്ലിം ലോകം ഹജ്ജിനെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുകയും ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ഒട്ടേറെ ആളുകൾ മക്കയിൽ എത്തിച്ചേരുകയും ചെയ്ത ഒരു സമയമാണിത്. ഒട്ടേറെ ആളുകൾ ഹജ്ജിന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലുമാണ്. ഹജ്ജ് നമുക്കറിയാം, മക്കയിലും പരിസര സ്ഥലങ്ങളിലുമാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത്. മക്കയുടെ ചരിത്രം, ജനവാസം, സംസ്കാരം എല്ലാം വലിയ നിലയിൽ ആരംഭിക്കുന്നത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കയിലേക്കുള്ള വരവോടുകൂടിയാണ്. മക്കയുടെ ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ ജീവിതവുമായി നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നീട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ജനനം, ജീവിതം, പ്രവർത്തനം അതും മക്കയിൽ തന്നെ. അപ്പം അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്നിട്ടുള്ള ആദർശവും വിശ്വാസവും ദീനും അത് മുറുകെ പിടിച്ച് ജീവിക്കാനാണ് പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ, മക്കയിലെത്തുമ്പോൾ മക്കയിലെ ഹജ്ജ് കർമ്മങ്ങൾ നാം മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ അയവിറക്കുന്നതും ഓർക്കുന്നതുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും ആദർശവും പ്രബോധനവും ഒക്കെ വലിയ സംഭവങ്ങളാണ്. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് 69 തവണ വന്നിട്ടുണ്ട്. 69 തവണ 25 സൂറത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്ത് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ ഏതാണ്ട് 40ഓളം സന്ദർഭങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള പ്രാർത്ഥനകളാണ് അതെല്ലാം.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ വന്ന ഒരു പ്രയോഗം, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഉമ്മത്തൻ, ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്നതിന് രണ്ട് തരത്തിൽ അർത്ഥം പറയും. ഒന്ന് ഇമാം എന്ന അർത്ഥത്തിൽ, നേതാവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു നേതാവായിരുന്നു. പിൽക്കാലത്ത് വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഒരു നേതാവായിരുന്നു. അന്ത്യം വരെയുള്ള എല്ലാ മനുഷ്യ സമൂഹത്തിനും ഒരു നേതാവായിരുന്നു. ഉമ്മത്ത് എന്നതിൻ്റെ ഒരർത്ഥം തഫ്സീറുകളിൽ അങ്ങനെ കാണാം. മറ്റൊരർത്ഥം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ, ഒരു സമുദായം എന്ന അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹം എന്ന് പറയാൻ മാത്രം വലിയ നിലക്കുള്ള പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ചെയ്ത വലിയ വ്യക്തി എന്ന അർത്ഥത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾ പിന്തുടരണമെന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സുമ്മ ഔഹൈന ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. പിന്നെ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇബ്രാഹിമിന്റെ മില്ലത്ത്, മാർഗം, അത് പിന്തുടരണമെന്ന്. ഋജുമനസ്കനായിക്കൊണ്ട്. ഇബ്രാഹിം മുശ്രിക്കായിരുന്നില്ല, ബഹുദൈവ ആരാധകനായിരുന്നില്ല എന്ന്. അതൊക്കെ കൂടുതൽ വിശദീകരിക്കാനുണ്ട്, പിന്നീടാവാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, ആ മില്ലത്താണ് നാം പിന്തുടരേണ്ട മില്ലത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ, മാർഗത്തെ ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവൻ ഒരു വിഡ്ഢിയാണ് എന്ന് ഖുർആൻ പറയുന്നു. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ ആരാണ് വെറുക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക? സ്വന്തം വിഡ്ഢിയായവനൊഴികെ എന്ന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് നല്ലതാണ്, വേണ്ടതാണ്, ഉപകാരപ്രദമാണ്, നമുക്ക് വിജയിക്കുവാൻ അത്യാവശ്യമായതുമാണ്. ഏതെങ്കിലും ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശമോ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു എങ്കിൽ സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനാകുന്നു അവൻ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് ഇറാഖിൽ, ബാബിലോണിയയിലെ ഊർ എന്ന പ്രദേശത്താണ്. അവിടെയാണ് വളർന്നതും അവിടെയാണ് ദഅവത്ത് ആരംഭിച്ചതും ഒക്കെ ആ പ്രദേശത്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ യാത്രയായിരുന്നു, യാത്രയോട് യാത്ര. അവിടെ നിന്ന് ഇപ്പോൾ തുർക്കിയുടെ തെക്കു പ്രദേശം ആയിട്ടുള്ള സിറിയയുടെ ഒരു ഭാഗം, അന്നത്തെ ഷാം, അവിടേക്കാണ് പോയത്. അവിടെ നിന്ന് പിന്നീട് വളരെ ദൂരെയുള്ള ഫലസ്തീനിലേക്കാണ് പോയത്. അവിടെ നിന്ന് പിന്നീട് ഈജിപ്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് മക്കയിലേക്കാണ് പോയത്. ആ മക്കയിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ താമസിപ്പിച്ച് കഅബാലയം പടുത്തുയർത്തി ആളുകൾ മക്കയിലേക്ക് വരാൻ തുടങ്ങി. ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരമുണ്ടായി. ഈ കാലത്ത് എത്ര യാത്ര ചെയ്തിരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ചരിത്രകാരന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഏത് ചരിത്രമാണ്? 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അപ്പൊ ആ ചരിത്രം എന്ന് പറയുന്നത് ഖുർആനിലും മറ്റ് വേദപുസ്തകങ്ങളിലും വന്നിട്ടുള്ളത് മാത്രമേ 100% നമുക്ക് വിശ്വസിക്കാനും പറയാനും പറ്റുള്ളൂ. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമുണ്ട്, തൗറാത്തിലും ഇഞ്ചീലിലുമുണ്ട്. ഇപ്പോൾ തൗറാത്ത്, ഇഞ്ചീൽ എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ബൈബിളിലുണ്ട്. അതിൽ അബ്രഹാം പ്രവാചകൻ എന്ന് പറയുന്നത്
ഈ ഇബ്രാഹിം നബിയെ കുറിച്ചാണ് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഗവേഷകന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ പറയുന്നത് ഏതാണ്ട് 3000-ലധികം മൈൽ, 5000-ലധികം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടാകുമെന്നാണ്. മക്കയിൽ വന്നു, തിരിച്ചുപോയി, പിന്നെയും വന്നു, തിരിച്ചുപോയി, പിന്നെയും വന്നു. അങ്ങനെ അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരണപ്പെടുന്നത്, അദ്ദേഹം മറവടക്കപ്പെടുന്നത് ഫലസ്തീനിലാണ്. ആ പ്രദേശത്തിന് ഖലീൽ എന്നാണ് പറയാം. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പേരാണ്, ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത സ്നേഹിതൻ, സുഹൃത്ത്, അങ്ങനെ ഒരു പേരുണ്ട്. അള്ളാഹു തആല ഇബ്രാഹിം നബിക്ക് നൽകിയിട്ടുള്ള ഒരു പേരാണത്. അപ്പൊ ഈ കാലഘട്ടത്തിനിടക്ക് ജീവിതം എത്ര കാലമാ ജീവിച്ചത്? 175 വർഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജീവിച്ചിട്ടുണ്ട് എന്നാണ് ചില തഫ്സീറുകളിലും ചരിത്ര പുസ്തകത്തിലും ഉള്ളത്. ഈ കാലത്തിനിടയിലുള്ള നിരന്തരമായ യാത്രയിൽ 5000-ലധികം കിലോമീറ്ററുകൾ എങ്ങനെയാ പോയത്? നടന്ന് അധികവും. ചില സ്ഥലങ്ങളിൽ ചില മൃഗങ്ങളുടെ പുറത്ത് കയറിയും. വേറെ ഒന്നുമില്ലല്ലോ, വാഹനങ്ങളായിട്ടൊന്നുമില്ലല്ലോ, ബസ്സും കാറും കപ്പലും ഫ്ലൈറ്റും ഒന്നും ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാനില്ലല്ലോ അന്ന്. അപ്പൊ ഒരു ത്യാഗമായിരുന്നു ആ ജീവിതം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വന്ന് കഅബാലയം പടുത്തുയർത്തിയ ശേഷം ചെയ്ത പ്രാർത്ഥന അതിങ്ങനെയാണ്: വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. ഇത് സൂറത്തുൽ ബഖറയിലെ 127-28 ആയത്തുകളാണ്. ഇതിൽ പറയുന്നത് വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി കഅബാലയം പടുത്തുയർത്തിയ ആ സന്ദർഭം ഓർക്കുക. അങ്ങനെ പടുത്തുയർത്തിയ ശേഷം അവർ പ്രാർത്ഥിക്കുകയാണ്: റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. ഇപ്പൊ ഒരു വലിയ സംഭവമാണ്. ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ലോകത്തിന്റെ കേന്ദ്രം മക്കയായി മാറുകയാണ്. പടച്ചവനെ, നിന്റെ കൽപ്പനപ്രകാരം ഇവിടെ കഅബാലയം പടുത്തുയർത്തി, അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഏതൊരു നല്ല കാര്യം ചെയ്താലും ആ നല്ല കാര്യം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. അത് നിയ്യത്ത് പൂർത്തിയാകുന്നത് അതോടുകൂടിയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വന്ന് ആദ്യത്തെ യാത്രയിൽ ഭാര്യ ഹാജറിനെയും കൊണ്ടുവന്നു, മകൻ ഇസ്മായിലിനെയും കൊണ്ടുവന്നു. അവിടെ താമസിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. ആരും നോക്കാനില്ല, കൃഷിയില്ല, വെള്ളമില്ല, തണലില്ല, കെട്ടിടങ്ങളില്ല. അവിടെ കൊണ്ടുപോയി വെച്ച് പോകുമ്പോഴേ ഭാര്യ ചോദിച്ചു, പോവാന്ന് പറഞ്ഞപ്പോ, ഇങ്ങനെ പോവുകയാണോ? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, പോവുകയാണ്. അവർ വീണ്ടും ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, ഞങ്ങളെ ഇവിടെ കൊണ്ടുവച്ച് പോവാൻ അള്ളാഹു കൽപ്പിച്ചതാണോ? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതെ. ആ ചോദ്യം ആവർത്തിച്ചു, മറുപടി അതെ എന്ന് മാത്രം. അപ്പോൾ ഭാര്യ ഹാജർ പറഞ്ഞു, ഇദൻ ലാ യുളയ്യിഉനാ, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞു. ആരും നോക്കാനില്ല, ഭക്ഷണവും വെള്ളവുമില്ല, തണലില്ല, കെട്ടിടങ്ങളില്ല, ഒന്നുമില്ല. അവിടെ ഒറ്റ ചോദ്യമുള്ളൂ, ഞങ്ങളെ ഇവിടെ വിട്ടേച്ച് നിങ്ങൾ പോവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ? ആണ് എന്ന് പറഞ്ഞപ്പോൾ ആ മഹദിയുടെ മറുപടി ഈമാനിന്റെ മറുപടിയാണ്. അള്ളാന്റെ കൽപ്പനയാണോ? അള്ളാഹ് നോക്കിക്കൊള്ളും, ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയെയും മകനെയും അവിടെ താമസിപ്പിച്ച് പോകുമ്പോൾ ചെയ്ത ഒരു പ്രാർത്ഥന,
റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ലിയുഖീമുസ് സ്വലാത്ത. സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്താണിത്. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളെ ഞാനിതാ ഇവിടെ താമസിപ്പിച്ചു പോകുന്നു, ബിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സർഇൻ, കൃഷിയില്ലാത്ത, ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ ആദരണീയമായ ഈ ഭവനത്തിന്റെ അടുത്ത്, ലിയുഖീമുസ് സ്വലാത്ത, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിന് വേണ്ടി. ഫജഅൽ അഫ്ഇദത്തൻ മിനന്നാസ്, ജനങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് തിരിക്കണമേ, തഹ്വി ഇലൈഹിം വർസുഖുഹും, അവർക്ക് ആഹാരവും മറ്റ് ജീവിതോപാധികളും നൽകണമേ, മിനസ്സമറാത്ത്, ഫലങ്ങളിൽ നിന്ന്, പഴങ്ങളിൽ നിന്ന്, അതുപോലെ മറ്റെല്ലാ തരത്തിലുമുള്ള ഫലങ്ങൾ അവർക്ക് നൽകണമേ, ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരായി തീർന്നേക്കാം. ഈ പ്രാർത്ഥനയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭാര്യയെയും മക്കളെയും ഇനി വരാൻ പോകുന്ന സന്തതികളെയും ഒക്കെ അല്ലാഹുവേ നിന്റെ ബൈത്തിന്റെ അടുത്ത് ഇവിടെ വെച്ചു പോവുകയാണ്, ഇതിന്റെ ലക്ഷ്യമെന്താ? ലിയുഖീമുസ് സ്വലാത്ത്, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ദീനിയായ ഒരു ജീവിതം മക്കളിൽ ഉണ്ടാവാനാണ്. ഇനി അവർക്കിവിടെ ജീവിക്കണ്ടേ, അതിനാവശ്യമായതെല്ലാം പടച്ചവനെ നൽകണമേ. ആളുകളുടെ ഹൃദയത്തെ അവരിലേക്ക് തിരിക്കണമേ. അവിടുത്തെ ആളുകൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി കായ്കനികളും പഴങ്ങളും എല്ലാം നൽകണമേ. അങ്ങനെ അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ആളുകളായി തീരണമേ എന്നാണ്. അതോടൊപ്പം ആവശ്യം സുരക്ഷിതത്വമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്കയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള, മക്ക പ്രദേശത്തിന് വേണ്ടി നൽകിയിട്ടുള്ള, ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥന. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, അതായത് പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബേ ഇതിനെ ഒരു സുരക്ഷിത പ്രദേശമാക്കണമേ, അമ്നുള്ള പ്രദേശം, സുരക്ഷിതത്വമുള്ള പ്രദേശം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ആ നാട്ടുകാർക്ക് ഫലങ്ങൾ പഴങ്ങൾ എല്ലാം നൽകണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്, പടച്ചവനെ ഈ നാട് സുരക്ഷിതത്വമുള്ള നാടാക്കണം, ഇവിടത്തെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾക്ക് തിന്നാൻ പഴവർഗ്ഗങ്ങൾ ഫലങ്ങൾ എല്ലാം നൽകണമേ എന്ന്. അപ്പൊ അല്ലാഹു അതിലൊരു തിരുത്തു പറഞ്ഞു. എന്താ അറിയോ? വമൻ കഫറ, ഖാല വമൻ കഫറ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. വമൻ കഫറ, അല്ലാഹു തആല സത്യനിഷേധികൾക്കും നൽകും, സുരക്ഷിതത്വം നൽകും, ഭക്ഷണം നൽകും, സമാധാനം നൽകും, ഫലങ്ങളും പഴങ്ങളും നൽകും. അതാണ് റഹ്മാനായ അള്ളാഹുവിന്റെ തീരുമാനം. പിന്നെ പറഞ്ഞു, അങ്ങനത്തെ ആളുകളെ ഫഉമത്തിഹു ഖലീലൻ സുമ്മ അൽതറുഹു, അവരെ കുറച്ചു കാലം അങ്ങനെ വിട്ടേക്കും. അങ്ങനെ വിട്ട ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടും. ഇലാ അദാബിന്നാരി വബിസൽ മസീർ, നരകശിക്ഷയിലേക്ക്. അത് ദുനിയാവിൽ എല്ലാവർക്കും അല്ലാഹു എല്ലാ അനുഗ്രഹവും ചൊരിയും. പിന്നെ നല്ലവർക്ക് നന്മയും മോശമായി ജീവിച്ചവർക്ക് അതിന്റെ ശിക്ഷയും അത് ആഖിറത്തിലേ വെച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ബലദുൻ ആമിന്ന, ഈ പ്രദേശം സുരക്ഷിത പ്രദേശമാവണമെന്ന്. ഇത് തന്നെ മറ്റൊരു പ്രാർത്ഥനയിൽ വന്നു. ഇത് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ സുരക്ഷിതമായ പ്രദേശമാക്കണമേ. വജുനുബനി വബനിയ അൻ അബ്ദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്ന് നീ തടയണമേ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ഏകദൈവ ആരാധന നടത്തുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന്. അപ്പൊ ഇത് ഈ 2 പ്രാർത്ഥനകൾ,
ഒന്ന്, ഇവിടെ എൻ്റെ മക്കളെ നിന്റെ ഭവനത്തിൻ്റെ അടുത്ത് സംരക്ഷിച്ചു പോവുകയാണ്, അവരിലേക്ക് ആളുകൾ അടുത്തു വരണം, അവർക്ക് ഭക്ഷണം കിട്ടണം. പിന്നെ അടുത്തത്, ഈ നാട് തന്നെ സുരക്ഷിത മേഖല ആയിരിക്കുകയും ചെയ്യണം എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അബുൽ അംബിയ എന്നൊരു പേരുണ്ട്, പ്രവാചകന്മാരുടെ പിതാവ് എന്ന്. അങ്ങനെ പേര് വരാനുള്ള കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം വന്നിട്ടുള്ള പ്രവാചകന്മാർ, ധാരാളം പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിലാണ് വരുന്നത്. ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ്, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, സക്കരിയ, യഹ്യ, ഈസ, മൂസ അലൈഹിമുസ്സലാം, ഇവരൊക്കെ ആ വംശത്തിൽ വരുന്നു. അവസാനം ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇസ്ഹാഖ് വംശപരമ്പരയും അതിലാണ് ബനി ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നത്. പിന്നെ ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിലാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രവാചകന്മാർ ആ ഒരു പ്രവാചകന്റെ പരമ്പരയിൽ വരുന്നത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും ആദർശവും ത്യാഗവും ചരിത്രവും പ്രാർത്ഥനയും ഒക്കെ മനസ്സിലാക്കുവാൻ ഉള്ള ഒരവസരമാണ് ഈ ഹജ്ജിൻ്റെ കാലം എന്നതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാം ദീൻ മനുഷ്യർക്ക് നൽകുന്നത് സമാധാനം, സന്തോഷം, സ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളാണ്. അത് വിശ്വാസത്തിലും ആരാധനയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ ആ നന്മകൾ കാത്തുസൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. മനുഷ്യരിൽ ചിലർ മറ്റു ചിലരെ ഉപദ്രവിക്കാൻ പാടില്ല. അതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുമ്പ് നാം അത് വിശദീകരിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ആഹ്ലാദപ്രകടനങ്ങൾ അതിര് കടന്നു പോകുന്നു എന്ന് നേതാക്കന്മാർ സങ്കടപ്പെടുന്നു. അനുയായികളോട് അങ്ങനെ പാടില്ല, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഏത് നേതാക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തോ ആ സാധാരണ പ്രവർത്തകർ ഈ സന്ദർഭങ്ങളിൽ ആ നേതാക്കളുടെ ഉപദേശം ശ്രദ്ധിക്കാതെ ആളുകൾ ചിലരെ പരിഹസിക്കുന്നു, ചിലരെ ഉപദ്രവിക്കുന്നു, ചിലരെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നു. ഉറപ്പാണല്ലോ തെരഞ്ഞെടുപ്പ് കക്ഷികൾ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലായിരിക്കും. 2, 3, 4, 10 ഒക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഒരാൾ ജയിക്കും. ആ ജയിക്കുന്ന ആൾ എല്ലാവരുടെയും പ്രതിനിധിയാണ് നിയമനിർമ്മാണ സഭയിൽ. അയാൾക്ക് വോട്ട് ചെയ്ത ആളുകളുടെ മാത്രം പ്രതിനിധിയല്ല, എല്ലാവരുടെയും പ്രതിനിധിയാണ്. അതുകൊണ്ട് ജയിച്ചു ഭരണത്തിലെത്തുന്ന ആളുകൾ അവരുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരാജയപ്പെട്ട ആളുകൾ, അതും ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ, അനിവാര്യതയുമാണ്. ഒരാൾ പരാജയപ്പെട്ടാൽ അയാളെ ഇടിച്ച് തകർക്കേണ്ടതില്ല, അയാളെ പരിഹസിക്കേണ്ടതില്ല, അയാളെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കേണ്ടതില്ല. അത് ജനാധിപത്യത്തിന്റെ ഉയർന്ന
വിചാരമെത്തിയ ആളുകളൊക്കെ ആദ്യം ചെയ്യുക എന്താണെന്നറിയാം? പരാജയപ്പെട്ട സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ഫോൺ ചെയ്യും, അഭിനന്ദനം അറിയിക്കും, പോയി കാണും, അവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കും. അതാണ് നിലവാരമുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത്. പക്ഷേ നാം പലപ്പോഴും നിലവാരത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന അവസ്ഥ കാണുന്നു. പ്രാദേശികമായി നോക്കിയാൽ ആര് തമ്മിലാണ് കലഹം? ഒരേ വീട്ടിലെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, രക്ഷിതാക്കളും മക്കളും തമ്മിൽ, അയൽവാസിയും തമ്മിൽ, ഒരേ നാട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു ഇലക്ഷൻ വരുമ്പോഴേക്കും ഇത്ര ദ്രൗത സ്വഭാവമുണ്ടാവുകയും ക്രൂരത വരികയും ചെയ്യുന്നുവെങ്കിൽ ഇതിൽ സംഭവിക്കുന്ന മുറിപ്പാടുകൾ ഉണക്കിയെടുക്കാൻ എത്രയോ കാലം വേണ്ടിവരും. അതുകൊണ്ട് ജയിച്ചവർ സന്തോഷിച്ചുകൊള്ളൂ, തോറ്റവർ സമാധാനിച്ചുകൊള്ളൂ. ഇനി ജയിക്കാൻ വേണ്ടി ഇപ്പോഴേ പണിയെടുത്തുകൊള്ളൂ. നമ്മൾ ഒരു നാട്ടുകാരാണ്, നമ്മൾ ഒരു കുടുംബക്കാരാണ്, നമ്മൾ ഒരു പ്രദേശത്തുള്ളവരാണ് എന്ന നിലക്ക് സാഹോദര്യം നിലനിർത്തി ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മഹത്വങ്ങൾ അംഗീകരിച്ച് ന്യായവും നീതിയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പോരായ്മകൾ, പിഴവുകൾ, കുറവുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും തീർത്തു തരണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവെ ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള കഴിവും ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകി അവരെ സഹായിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.